everyone, welcome back to my YouTube channel. If you are new to my channel, my name is Anjali Krishna and thank you so much for watching my video. എൻ്റെ കഴിഞ്ഞ വീഡിയോ അതായത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കണ്ടവരാണെങ്കിൽ നിങ്ങളതിൽ കണ്ടിട്ടുണ്ടാവും ഞാനൊരു പ്ലാനർ അൺബോക്സ് ചെയ്യുന്നത്. പക്ഷേ ആ പ്ലാനറിനെ പറ്റി ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. സോ ഐ തോട്ട് ടു ക്രിയേറ്റ് എ വീഡിയോ ടു ടോക്ക് മോർ അബൌട്ട് ദാറ്റ് പ്ലാനർ ബിക്കോസ് അത്രയ്ക്ക് കാര്യങ്ങൾ എനിക്ക് ആ പ്ലാനറിനെ കുറിച്ച് നിങ്ങളോട് പറയാനുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആ പ്ലാനർ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദ മെസ്സി കോർണർ എന്ന് പറഞ്ഞ ബ്രാൻഡ് അല്ലെങ്കിൽ ആ പേജാണ് ആ ഒരു പ്ലാനർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം എന്നെപ്പോലെ പ്ലാൻ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ പ്ലാനേഴ്സ് യൂസ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് നല്ലോണം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരതിൽ ഓരോ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ അവർ കൊടുത്ത ഡിസൈൻസ് ആണെങ്കിലും അവർ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യങ്ങളാണെങ്കിലും എല്ലാം തന്നെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഇയർ നല്ല പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ മുന്നത്തെ എൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ആ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടുവരും, എന്നിട്ട് ഞാൻ ആ പ്രൊഡക്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇത് ദ മെസ്സി കോർണർ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് അവരെനിക്ക് അയച്ച ഒരു പ്ലാനറാണ് ആൻഡ് അടിപൊളിയാണ്. ഇതൊരു അൺഡേറ്റഡ് പ്ലാനറാണ്. ഞാൻ കാണിച്ചു തരാം ഈ ഒരു ബോക്സിൽ എന്തൊക്കെയുണ്ടെന്ന്. ആ ഒരു ബോക്സിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. സോ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ക്യൂട്ട് ലിറ്റിൽ പൗച്ചാണ്. ഇതിലിപ്പോൾ ഞാൻ എൻ്റെ 2 പെന്നൊക്കെ ഇട്ട് വെച്ചതാണ്. സോ പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പൗച്ച് ബോക്സസ് ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു. ഇപ്പോഴും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. ബട്ട് ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ ഈ ബുക്കൊക്കെ വായിക്കുന്ന സമയത്ത് നമ്മൾ മാർക്കേഴ്സ് യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വെക്കുമല്ലോ, അതുപോലെ പെന്നാണെങ്കിൽ എല്ലാം കൂടെ ബാഗിലിട്ട് ബാഗ് കംപ്ലീറ്റ് മെസ്സായിട്ടിരിക്കുകയായിരിക്കും. സോ ഈ ഒരു പൗച്ച് ഇപ്പം ഈ പ്ലാനറിൻ്റെ കൂടെ കിട്ടിയപ്പോഴാണ് ഇത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം ഉണ്ടെന്നറിയാമെങ്കിൽ ഞാൻ വാങ്ങിയിട്ടില്ലായിരുന്നു. സോ താങ്ക് യു ദ മെസ്സി കോർണർ ഫോർ ഗിഫ്റ്റിംഗ് മീ ദിസ്. ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. ഐ റിയലി ലൈക്ക് ദിസ് വൺ. ആൻഡ് ഭയങ്കര കുഞ്ഞാണ്. സോ ഏത് ബാഗിലും ക്യാരി ചെയ്യാനും എളുപ്പമാണ്, എല്ലാം കൊള്ളുകയും ചെയ്യും. ഇനിയുള്ളത് ഈ ഒരു ക്ലോത്ത് ബാഗാണ്. സോ ഇതിലുള്ളത് പ്ലാനർ കൂടാതെ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു നോട്ട്ബുക്കാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ക്യൂട്ട് നോട്ട്ബുക്ക്. ഇതിൻ്റെ കളറാണെങ്കിലും എനിക്ക് പേസ്റ്റൽ കളേഴ്സിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ പേസ്റ്റൽ കളറിൽ നല്ല ക്യൂട്ട് പ്രിൻ്റൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് നോട്ട്ബുക്ക്. ആൻഡ് ഇതിൽ റൂൾഡ് പേജസ് ആണ് വരുന്നത്. പേജിൻ്റെ ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ്. ഇതും ഈ ഒരു പൗച്ചും നിങ്ങൾ പ്ലാനർ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ കിട്ടുന്ന 2 പ്രൊഡക്റ്റാണ്. ആൻഡ് ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്ലാനർ ഞാൻ എടുക്കാൻ പോകുന്നത്. This is so cute guys. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവർക്ക് ഈ ഒരു കളറിൽ ഈ ഒരു ലാവൻഡർ റോസ് മിക്സ് ആയിട്ടുള്ള ഈ ഒരു കളർ കൂടാതെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ മിക്സ് ആയിട്ടുള്ള വേറൊരു പ്ലാനറുണ്ട്. എനിക്കതും ഇഷ്ടപ്പെട്ടു. ബട്ട് ഈ ഒരു ലാവൻഡർ കളറിനോട് എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. ആൻഡ് യു ക്യാൻ സീ ഹിയർ എൻ്റെ പേരൊക്കെ ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐ റിയലി ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് പ്രൊഡക്ട്സ് ഗൈസ്. എനിക്ക് അങ്ങനത്തെ കസ്റ്റമൈസ് ചെയ്ത പ്രൊഡക്ട്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കീ ചെയിൻസിൽ അതുപോലെ തന്നെ ബുക്സിലാണെങ്കിലും വാലറ്റ്സിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ പേര് കസ്റ്റമൈസ് ചെയ്ത് വരുന്ന സമയത്ത് അതിനൊരു പ്രത്യേക നമുക്കൊരു ഇഷ്ടം തോന്നും. ലൈക്ക് നമ്മുടേതാണ്, ഇത് എൻ്റെ സാധനമാണ് എന്ന് കാണിക്കുന്ന രീതിയിലാണ് ആ ഒരു പേര് കസ്റ്റമൈസ് ചെയ്ത് കിട്ടുന്നത്. ഡയറീസ് ആണെങ്കിലും പ്ലാനേഴ്സ് ആണെങ്കിലും ഇങ്ങനെ സ്പൈറൽ ബൗണ്ട് വരുന്ന ബുക്സ് അല്ലെങ്കിൽ പ്ലാനേഴ്സിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ബിക്കോസ് നമുക്ക് എഴുതാനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആവുന്നത് ഇങ്ങനെ ഒരു സ്പൈറൽ ബൗണ്ട് വരുന്ന സമയത്താണ്. ബിക്കോസ് ലാസ്റ്റ് പേജ് ആണെങ്കിലും ഇത് യൂസ് ചെയ്തവർക്ക് മനസ്സിലാവും, നമുക്ക് എഴുതാനൊക്കെ നമുക്ക് പേജസ് എടുക്കാനും എല്ലാം തന്നെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് സ്പൈറൽ ബൗണ്ട് വരുന്നതാണെങ്കിൽ. സോ അങ്ങനെ തന്നെ സ്പൈറൽ ബൗണ്ട് വരുന്നൊരു കവറാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതും എനിക്കിഷ്ടപ്പെട്ടു. ആൻഡ് അതൊരു ഗോൾഡൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഭയങ്കര ക്ലാസി ആൻഡ് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഒരു എലഗൻറ്റ് ലുക്കൊക്കെ ഈ ഒരു പ്ലാനറിന് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് വൺ ഈസ് എ അൺഡേറ്റഡ് പ്ലാനർ. സോ 2025 എൻ്റെ അൺഡേറ്റഡ് പ്ലാനറാണ് ഈ ഒരു മെസ്സി കോർണറിൽ നിന്ന് വന്ന ഈ ഒരു ക്യൂട്ട് പ്ലാനർ. ഇത് അൺഡേറ്റഡ് പ്ലാനർ ആയതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് മൈ അൺഡേറ്റഡ് പ്ലാനർ ഫോർ 2025. ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ കാണാം അഞ്ജലി എന്ന് ഇവിടെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ ദിസ് പ്ലാനർ ബിലോങ്സ് ടു എന്നൊരു സെക്ഷനിൽ ഇവിടെ നമുക്ക് നമ്മുടെ നെയിം എഴുതാൻ പറ്റും. സയൻസ് ഫ്രം ദ യൂണിവേഴ്സ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഒരു വിഷൻ ബോർഡിനായിട്ടുള്ള സെക്ഷനാണ്. നമ്മുടെ വിഷൻ ബോർഡ് നമുക്കിവിടെ
ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്ചേഴ്സ് എല്ലാം കട്ട് ചെയ്ത് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം, വേർഡ്സ് എഴുതാം, അഫർമേഷൻസ് എഴുതാം. അങ്ങനെ നമ്മുടെ വിഷൻ ബോർഡിനായിട്ടുള്ളൊരു സെക്ഷനാണ് പിന്നെ കൊടുത്തിട്ടുള്ളത്. ദെൻ വരുന്നത് വാല്യൂ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. ഇത് എനിക്ക് ഭയങ്കര അടിപൊളിയായി തോന്നി. നമുക്കിവിടെ ഓരോ സ്റ്റിക്കേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് നമുക്കിവിടെ ഓണസ്റ്റി എന്നുള്ളത് നമുക്കിവിടെ സ്റ്റിക്ക് ചെയ്തിട്ട് വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്, എന്തിനാണ് നമുക്കിത് ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ഹൗ വിൽ ഐ ഇംപ്ലിമെൻറ്റ് ഇറ്റ്, എങ്ങനെ നമുക്കിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഞാനിത് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്ന കാര്യങ്ങളും കൂടി നമുക്കിവിടെ ഈ ഒരു 2 ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ഇവിടെ നമുക്ക് എഴുതാം. നമുക്ക് ഈ ഒരു ഓണസ്റ്റി എന്ന് പറഞ്ഞ സ്റ്റിക്കർ നമ്മൾ ഇവിടെ കൊടുത്തതുപോലെ തന്നെ നമുക്ക് 4 കാര്യത്തിന് ആൻസർ ചെയ്യാനുള്ളൊരു സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റിക്കർ നമുക്ക് ഇവിടെ നെക്സ്റ്റ് പേജിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രസ്റ്റ് ആണോ, ഗ്രാറ്റിറ്റ്യൂഡ് ആണോ, ലവ് ആണോ, ഗുഡ്നെസ് ആണോ, ജോയ് ആണോ, ഫെയ്ത്ത്ഫുൾനെസ് ആണോ, ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഒരു 4 സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഓരോന്നും വൈ ഇസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ്, എന്തിനാണ് ഇത് ഇമ്പോർട്ടൻറ്റ്, ആൻഡ് ഞാൻ എങ്ങനെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ആൻസർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് അവർ കൊടുത്തിട്ടുള്ളത് ഹോണസ്റ്റിയാണ്. സോ അത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിക്കേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 സ്റ്റിക്കേഴ്സ് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് അതിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്നത് ഗോൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞൊരു പേജാണ്. അവിടെ നിങ്ങൾക്ക് പേഴ്സണൽ ഗോൾസ് എന്തൊക്കെയാണ്, ഹെൽത്ത് ഗോൾസ് എന്തൊക്കെയാണ്, ഫിനാൻസ് ഗോൾസ് എന്തൊക്കെയാണ്, പ്രൊഫഷണൽ ഗോൾസ് എന്തൊക്കെയാണെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് ഈ ഒരു നെക്സ്റ്റ് ഇയറിൽ നമ്മുടെ ഗോൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് എഴുതാനുള്ളൊരു സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഹെൽത്തിനും പേഴ്സണലായിട്ടും ഫിനാൻഷ്യലായിട്ടും പ്രൊഫഷണലായിട്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ഗോൾസ് എഴുതി വെക്കാനുള്ളൊരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് നമ്മുടെ ഒരു ലൈഫിൽ നമുക്ക് പല കാര്യങ്ങളും ഉണ്ടാവും. നമുക്ക് പേഴ്സണലായിട്ടുള്ള ഗോൾസ് ഉണ്ടാവും, നമ്മുടെ ഹെൽത്ത് വൈസുള്ള ഗോൾസ് ഉണ്ടാവും, ഫിനാൻഷ്യലി ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാവും, പ്രൊഫഷണലായിട്ട് വേറെ ഗോൾസ് ആയിരിക്കും. സോ അതിനെ സെപ്പറേറ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ ഒരു ഇയറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഗോൾസ് നമുക്ക് എഴുതാനുള്ളൊരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ദെൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാർട്ടാണ് ഈ ഒരു പാട്ടെന്ന് പറയുന്നത് സ്റ്റിക്കേഴ്സ്. എനിക്ക് പ്ലാനേഴ്സിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്ലാനറിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്ന സമയത്തൊക്കെ എനിക്ക് സ്റ്റിക്കേഴ്സ് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. സോ അങ്ങനെ വെറൈറ്റീസ് ഓഫ് സ്റ്റിക്കേഴ്സ് അവർ ഈ ഒരു പ്ലാനറിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ ട്രസ്റ്റ്, ഓണസ്റ്റി, അങ്ങനെ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഇവിടെ തന്നെ ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റിക്കേഴ്സ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. സോ ബ്യൂട്ടിഫുൾ. നമുക്കിവിടെ ഏറ്റവും പ്രയോറിറ്റി ആയിട്ടുള്ളത് മാർക്ക് ചെയ്യിക്കാനുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, നമ്മുടെ ക്രിസ്മസിന് നമുക്കുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്റ്റിക്കേഴ്സും അവർ ഈ ഒരു നമ്മുടെ പ്ലാനറിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഫിറ്റ്നസ് പ്ലാൻ ആണ്. അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ളത് നമുക്ക് എന്തൊക്കെ വാട്ട് മോട്ടിവേറ്റ്സ് യു, ഹാബിറ്റ് ടു കട്ട്, ഹാബിറ്റ് ടു മേക്ക്. നമുക്ക് ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാവരും എല്ലാ ഇയറും നോക്കുന്നൊരു കാര്യമാണ് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. സോ എന്തൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നു ആൻഡ് ഏതൊക്കെ ഹാബിറ്റ് നമ്മൾ കട്ട് ചെയ്യണം നെക്സ്റ്റ് ഇയറിലേക്ക്, ഏതൊക്കെ ഹാബിറ്റ് നമ്മൾ നെക്സ്റ്റ് ഇയറിലേക്ക് മേക്ക് ചെയ്യണം എന്നത് സെപ്പറേറ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. സോ ഇതും എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന കാര്യങ്ങളാണ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ട്രാവൽ ബക്കറ്റ് ലിസ്റ്റാണ്. ഇവിടെ നമുക്ക് ഈ ഒരു വർഷം പോകാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ട്രാവൽ ബക്കറ്റ് ലിസ്റ്റ് ഏതൊക്കെയാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ഡെസ്റ്റിനേഷൻ കൊടുക്കാം, നമ്മുടെ ബഡ്ജറ്റ് എത്രയാണ് കൊടുക്കുക, നമ്മുടെ ടൈം ലൈനും മാർക്ക് ചെയ്ത് വെക്കാനുള്ളൊരു സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതും എല്ലാത്തിനും സെപ്പറേറ്റ് ആയിട്ട് അവർ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടാണ് അവർ ഓരോ പേജിലും മാർക്ക് ചെയ്തിട്ടുള്ളത്. ലൈക്ക് നമ്മുടെ ഫിറ്റ്നസ്സിനായിട്ടുള്ളത്, നമ്മുടെ ട്രാവലിനായിട്ടുള്ളത് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ഓരോ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഇങ്ങനൊരു പേജ് ഉണ്ട്. ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. യുവർ ഫീലിങ്സ് ആർ വാലിഡ്. സോ അങ്ങനെ ഓരോ മന്തും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കോട്ടും ആൻഡ് ഒരു ബ്യൂട്ടിഫുൾ ഇമേജും അവർ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് ഇത് അൺഡേറ്റഡ് പ്ലാനർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള മന്തും ഇയറും നമുക്കിവിടെ കൊടുക്കാം. ഇപ്പം നിങ്ങൾ ജാനുവരിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്കൊരു ഫെബ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഫെബും ഏത് ഇയറാണ് അങ്ങനെ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. സോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. ഇതൊരു അൺഡേറ്റഡ് പ്ലാനർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട്. സോ ഇവിടെ ഏതാണ് മന്ത് എന്നുള്ളതും ഏത് ഇയറാണെന്നുള്ളതും നമുക്കിവിടെ എഴുതാം. ദെൻ ഓരോ മന്തും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ കോട്ടും ആൻഡ് ഇമേജസും അവർ കൊടുക്കുന്നുണ്ട്. ദെൻ ഫസ്റ്റ് ഓരോ മന്തിൽ വരുന്നത് ഒരു മന്ത്ലി ലേഔട്ടാണ്. ഇവിടെ നമുക്ക് നമ്മുടെ ഏത് മന്താണെന്നുള്ളത് മാർക്ക് ചെയ്യാം, ഏത് ഇയറാണെന്നുള്ളത് മാർക്ക് ചെയ്യാം. ആൻഡ് മൺഡേ ട്യൂസ്ഡേ അങ്ങനെ ഓരോ വീക്കിൻ്റെതും കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഡേറ്റ്സ് നമുക്ക് തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. ബിക്കോസ് ഇതൊരു അൺഡേറ്റഡ് പ്ലാനർ ആയതുകൊണ്ട് നമ്മൾ തന്നെയാണ് ഡേറ്റ്സ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ഡേറ്റ്സ് നമുക്കിവിടെ മാർക്ക് ചെയ്തിട്ട്
നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, മീറ്റിങ്സോ അല്ലെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റ് സബ്മിഷനോ, നമുക്ക് എന്തെങ്കിലും എക്സാംസോ ബർത്ത്ഡേയ്സോ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ നമുക്ക് ഇവിടെ തന്നെ ഡേറ്റ് ഇട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു സൈറ്റിലായിട്ട് ഈ ഒരു മന്തിൻ്റെ നോട്ട്സ് ചെയ്ത് വെക്കാനുള്ളൊരു സെക്ഷൻ കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു മന്ത്ലി ഓവർവ്യൂ എന്ന് പറഞ്ഞൊരു പേജാണ് നെക്സ്റ്റ് വരുന്നത്. അവിടെ ഹാബിറ്റ് ദാറ്റ് മേക്ക് യു, നമുക്ക് ഹാബിറ്റ് ട്രാക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ മന്തിനും 1st 31st വരെയുള്ള നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഹാബിറ്റ്സ് ഇവിടെ എഴുതാം. ഓരോ ഡേയും നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ടോ നമുക്കവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹാബിറ്റ് ട്രാക്കറാണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഈ ഒരു മന്തിലെ ഗോൾസ് എന്താണ് നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ആൻഡ് അഫർമേഷൻസും നമുക്കിവിടെ എഴുതാം. ദെൻ ഇയർലി വെൽനെസ് ചെക്ക്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്, എനർജി ലെവൽ, ഓവറോൾ ഹാപ്പിനെസ്, ഇതൊക്കെ നമ്മൾ എത്ര മാർക്ക് ചെയ്തു എന്നുള്ളത് നമുക്ക് ഈ ഒരു 10ൽ നമ്മൾ എത്ര കൊടുക്കുന്നു എന്ന് നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. ദെൻ തിങ്സ് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു, എന്തിനൊക്കെയാണ് നമ്മൾ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ദെൻ എക്സ്പെൻസ് ട്രാക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ്, നമ്മുടെ എക്സ്പെൻസ് കാറ്റഗറി, എമൗണ്ട് എത്രയാണ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു മന്തിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഫസ്റ്റ് തന്നെ നമ്മുടെ ആ ഒരു ഡെയിലി ലേ ഔട്ട്സ് വരുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഹാബിറ്റ് ട്രാക്കർ, നമ്മുടെ ഈ ഒരു മന്തിൽ നമുക്ക് വേണ്ട ഗോൾസ് എന്തൊക്കെയാണ്, നമ്മുടെ അഫർമേഷൻസ് എന്തൊക്കെയാണ്, നമ്മുടെ വെൽനസ് ചെക്ക്, ആൻഡ് നമ്മൾ എന്തിനൊക്കെ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്സ്പെൻസ് ട്രാക്കറും എല്ലാം തന്നെ ഈ മന്തിൻ്റെ അവർ ഫസ്റ്റ് ആ മന്തിൻ്റെ ഒരു ഡെയിലി ലേ ഔട്ട് വരുന്നതിന് മുന്നായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ദെൻ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഡെയിലി ലേ ഔട്ട് വരുന്നത്. അവിടെ നമുക്ക് മന്തും ഇയറും നമുക്കിവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഡേറ്റും ഏതാണെന്നും ഏത് ഡേ ആണെന്ന് നമുക്കിവിടെ കൊടുക്കാം. ദെൻ നമ്മുടെ പ്ലാൻസ്, നമ്മുടെ ടു ഡു ലിസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ആ ദിവസത്തെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ആൻഡ് നമ്മളതൊക്കെ കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ആ ഡേ, ടുഡേ ഐ എം ഗ്രേറ്റ്ഫുൾ ഫോർ, എന്തിനാണ് നമ്മളിന്ന് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ആൻഡ് ആ ഒരു ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇമോജി വൈസ് കൊടുക്കാം. നമുക്ക് ആ ഡേ ബെയർ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇമോജി കൊടുക്കാം, ഇല്ല എവറേജ് ആണെങ്കിൽ നമുക്ക് ഇതിലേത് ഇമോജീസ് കൊടുക്കാം, അല്ലെങ്കിൽ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡേ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഇമോജി കൊടുക്കാം. അത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കളർ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ട് നമുക്ക് വേണം മാർക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. സോ അങ്ങനെ നമുക്ക് ഒരു ഡേ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനുണ്ട്. ആൻഡ് ആ ഡേ നമ്മൾ എന്തിനാണ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത് നമുക്ക് എഴുതാനുള്ളൊരു സ്പേസും ഉണ്ട്. സോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിളായിട്ടാണ് അവർ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡെയിലി ലേഔട്ടിൽ വരുന്ന സമയത്ത് ഒരുപാട് കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ബിക്കോസ് നമുക്ക് തന്നെ നമ്മൾ സ്റ്റിക്കർ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് അതൊരു കളർഫുള്ളായിട്ട് മാറും. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡെയിലി ലേഔട്ടിൻ്റെ സെക്ഷൻ ഭയങ്കര മിനിമലായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. സോ നമ്മൾ ഒരുപാട് എഴുതുന്ന സമയത്ത് നമ്മൾ സ്റ്റിക്കർ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്തും അത് കുറച്ചും കൂടി കളർഫുള്ളായിട്ട് നമുക്ക് തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സിമ്പിളായിട്ട് അത് ഡിസൈൻ ചെയ്ത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ദെൻ മുന്നേ പറഞ്ഞ പോലെ ഓരോ മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് ഒരു കോട്ടും ഒരു പിക്ചർ അവർ കൊടുത്തിട്ടുണ്ട്. ടൈം ടു ടേക്ക് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോ മന്തിനും ഓരോ കോട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ആ ഒരു പിക്ചറും. ആൻഡ് ഇവിടെ നമുക്ക് മന്ത് ഇയർ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. സോ അങ്ങനെ ഓരോ മന്തിൻ്റേതും യുവർ ഫിയർ ഈസ് നോട്ട് യുവർ ട്രൂത്ത്. സോ ഇങ്ങനെ ഓരോ കോട്ടും ഓരോ പിക്ചർ വൈസ് അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് കളറും അവർ ഓരോന്നും ചേഞ്ച് ആക്കുന്നുണ്ട്. ഓരോ മന്ത് വരുമ്പം ഡിഫറെൻറ്റ് കളേഴ്സിലാണ് അവർ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഓരോ വീക്ക് കഴിയുന്ന സമയത്തും സമ്മറൈസ് ദിസ് വീക്ക് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ഒരു വീക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് സമ്മറൈസ് ചെയ്ത് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ദെൻ ഓരോ മന്ത് കഴിയുന്ന സമയത്ത് നമുക്ക് നോട്ട്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മന്തിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കാനുള്ളൊരു പേജ് അവർ കൊടുത്തിട്ടുണ്ട്. ദെൻ ആ മന്ത് കഴിയുന്ന സമയത്ത് മന്ത്ലി റിഫ്ലക്ഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓരോ മന്ത് കഴിയുമ്പം അവർ കൊടുക്കുന്നുണ്ട്. സോ അവിടെ നമുക്ക് ഹൈലൈറ്റ്സ് ഓഫ് ദ മന്ത് എന്ന് പറഞ്ഞു കൊടുക്കാം. ഈ മന്തിലെ ഹൈലൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാം. ആൻഡ് എ സൈൻ ഫ്രം ദ യൂണിവേഴ്സ് ദാറ്റ് ഇൻസ്പയർ മീ, പിക്ചർ നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊരു പിക്ചർ ഡ്രോ ചെയ്യാം. ആൻഡ് നമുക്ക് ഇവിടെ നമുക്ക് അതിനുള്ള എഴുതാനുള്ളൊരു സ്പേസും അവർ കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രോഗ്രസ് ദിസ് മന്ത്, ഈ ഒരു മന്തിൽ നമ്മൾ എന്തിനൊക്കെ പ്രോഗ്രസ് ആയിട്ടുണ്ട്, മൈൻഡ്ഫുൾനെസ്, ഹാപ്പിനെസ്, കൺസിസ്റ്റൻസി, ഗൈഡ്നെസ്, സെൽഫ് കെയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനൊക്കെ എന്തൊക്കെ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കിവിടെ മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഡു മോർ ഡു ലെസ്, നമുക്ക് എന്തൊക്കെ കൂടുതൽ ചെയ്യണം, എന്തൊക്കെ നമ്മൾ കുറയ്ക്കണം എന്ന കാര്യങ്ങൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ആൻഡ് ഡിസ്കവറീസ്, ലെസൺസ് ആൻഡ് ഡിസ്കംഫർട്ട്, നമുക്ക് ഈ ഒരു മന്തിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കവറീസ്, നമ്മുടെ ലെസൺസ് എന്തൊക്കെയാണ്, നമ്മുടെ ഡിസ്കംഫർട്ട്സ് എന്തൊക്കെയാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ആൻഡ് ലുക്കിംഗ് അഹെഡ്, അങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ഓരോ മന്ത്
കഴിയുന്ന സമയത്തും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോ മന്തിൻ്റെയും മന്ത്ലി റിഫ്ലക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാനുള്ളൊരു 2 പേജും അവർ കൊടുത്തിട്ടുണ്ട്. അതിന് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് അവർ തന്നെ ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് നമുക്ക് എഴുതിയാൽ മാത്രം മതി. എല്ലാ കാര്യങ്ങളും അവർ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ലാസ്റ്റ് മന്തിൻ്റെയും ഇയർലി ലേഔട്ട് കഴിഞ്ഞാൽ അവസാനം വരുന്നത് ലെസൺ സോ ഫാർ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഓൺ ടു ദ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ട് 2 പേജ് നമുക്ക് ഈ ഒരു പ്ലാനറിൻ്റെ അവസാനമായിട്ട് വരുന്നുണ്ട്. ഇവിടെയും നമുക്ക് എഴുതാനുള്ള 2 പേജായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ലാസ്റ്റ് പേജ് വരുന്നത്. ഈ ഒരു പ്ലാനർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവരതിൽ ഓരോന്നും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ നമുക്ക് ഓരോന്നും മാർക്ക് ചെയ്ത് വെക്കാം. ഭയങ്കര സിമ്പിളാണ്. നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് എന്തിനൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് അവരിത് ലേ ഔട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെയാണ് ഈ പ്ലാനറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്ലാനർ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഫ്രീ ആയി കിട്ടുന്ന 2 പ്രൊഡക്ട്സാണ് ഈ ഒരു ക്യൂട്ട് നോട്ട്ബുക്കും ആൻഡ് ദിസ് ലിറ്റിൽ ക്യൂട്ട് പൗച്ചും. അതും ഒരു നല്ല കാര്യമാണ്. ലൈക്ക് നമുക്ക് പ്ലാനറിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ നോട്ട്ബുക്കും പൗച്ചും എല്ലാം. ആൻഡ് താങ്ക് യു സോ മച്ച് ദ മെസ്സി കോർണർ ഫോർ ക്രിയേറ്റിംഗ് സച്ച് എൻ അമേസിങ് പ്രൊഡക്റ്റ്. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഇയറിലെ എൻ്റെ അൺഡേറ്റഡ് പ്ലാനർ ആയിരിക്കും ദിസ് വൺ. ആൻഡ് ഇത് അൺഡേറ്റഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഡിസൈൻസ് ആണെങ്കിലും കളർ കോമ്പിനേഷൻ ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആണ്. പേജ് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ആൻഡ് മെയിനായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിച്ച് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും അവർ ശ്രദ്ധിച്ചിട്ടാണ് ഇതിൽ ഓരോ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഒരു പ്ലാനിങ് അല്ലെങ്കിൽ പ്ലാനേഴ്സൊക്കെ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് ഒരു നെക്സ്റ്റ് ഇയർ അത്രയും പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം അവർ ഈ ഒരു പ്ലാനറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ദ മെസ്സി കോർണർ. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന അഞ്ജലി 10 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു പ്ലാനർ മേടിക്കുന്ന സമയത്ത് 10% ഓഫ് ലഭിക്കുന്നതായിരിക്കും. ഇവരുടെ വെബ്സൈറ്റ് ലിങ്കും ആൻഡ് ഈ ഒരു പ്ലാനറിൻ്റെ ലിങ്കും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. സോ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറക്കണ്ട. അഞ്ജലി 10 എന്നാണ് കൂപ്പൺ കോഡ്. ഞാനത് സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. പ്ലാനേഴ്സ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഡു ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. ലിങ്ക് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ടാവും. സോ യാ, ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ ഓൾ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ.